ഗൈസ് അങ്ങനെ മദ്രാസി എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഡയറക്റ്റഡ് ബൈ AR മുരുകദോസ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിക്കന്ദർ എന്ന് പറഞ്ഞ കാട്ടുപണ്ണൽ, പിന്നെ വിജയ് പടങ്ങളായ തുപ്പാക്കി, കത്തി, സൂര്യ പടങ്ങളായ ഏഴാം അറിവ്, ഗജിനി തുടങ്ങിയ കുറേ പടങ്ങൾ. വിജയിൻ്റെ സർക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും എനിക്കിഷ്ടമല്ല. ആണ് ഞാൻ എടുത്ത് പറയാത്തത്. സർക്കാർ, ദർബാർ, അങ്ങനത്തെ പടങ്ങളൊക്കെ എടുത്ത നമ്മുടെ വലിയ മച്ചാൻ എടുത്ത അടുത്ത സിനിമ ശിവാർത്തിയനെ വെച്ച് അടുത്ത പണ്ണൽ. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ട. ഞാൻ ഒരു നിമിഷം വിചാരിച്ച് ഇതെങ്ങാനും കത്തിയ ലോകേഷ്, കാർത്തിക് സുബരാജ്, മണിരത്നം, ശങ്കർ ഇവരെല്ലാവരും തലേ കൂടി മുണ്ടിട്ട് ഓടേണ്ട അവസ്ഥ വരും എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ. എൻ്റെ വീഡിയോയിൽ വരെ ഞാൻ അത് പറയാമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണത്. ഇവർക്ക് ആർക്കും വരാത്ത കാരണം 2025 തമിഴ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്ന് പറയാൻ വീക്കസ്റ്റ് സ്റ്റേജിലാണ് ഈ സിനിമ ഇറങ്ങിയപ്പോഴും കിടക്കുന്നത്. എന്തായാലും നമുക്ക് പറഞ്ഞു തുടങ്ങാം. അഭിനയിച്ചിരിക്കുന്നവർ ശിവകാർത്തികേയൻ, രുക്മിണി വസന്ത്, നമ്മുടെ മറ്റേ രക്ഷിത് ഷെട്ടീൻ്റെ ഒരു പടം ഉണ്ടല്ലോ, മറ്റേ 2 പാർട്ട് മൂവി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ട്. സപ്തസാഗരാത ജെ എല്ലോ അങ്ങനെ പറഞ്ഞുള്ള സിനിമ ഉണ്ട്, സൈഡ് എ സൈഡ് ബി. ആ സിനിമയിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന പുള്ളിക്കാരി ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര കിടിലൻ പെർഫോമൻസ് ആണ് പുള്ളിക്കാരി. വിദ്യുത് ജമ്വാൽ, നമ്മുടെ തുപ്പാക്കിയിലെ വില്ലൻ, അഞ്ചാനിലെ ചന്ദ്രു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാം. മച്ചാൻ പടത്തിലുണ്ട്. പിന്നെ നമ്മുടെ ഡാൻസിങ് റോസ് ഉണ്ട്. എല്ലാത്തിനും ഉപരി നമ്മുടെ മലയാളിയായ ബിജു മേനോൻ ചേട്ടൻ സിനിമയിലുണ്ട്. അങ്ങനെ കാസ്റ്റൊക്കെ അങ്ങനെയാണ്. അത്യാവശ്യം ആൾക്കാരെയൊക്കെ വെച്ച് അവർ കാസ്റ്റ് പിടിച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ബൈ അനിരുദ്ധ്, പിന്നെ സിനിമാറ്റോഗ്രാഫി സുദീപ് എലാമോൻ എന്ന് പറഞ്ഞൊരു മച്ചാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി കിക്കിട്, മ്യൂസിക് കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളൂ. മ്യൂസിക്കിൽ അനിരുദ്ധിന്റെ പണ്ണൽ, പഴയ മ്യൂസിക്കിന്റെ ഒക്കെ മറ്റേ ചായ്വ് എടുത്ത് കൂട്ടിക്കുഴച്ചുള്ള സംഭവങ്ങളൊന്നുമില്ല. അതൊന്നും ആ ഒരു വക പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഭയങ്കര മൈൽഡായിട്ടുള്ള ഭയങ്കര മീഡിയോക്കർ ലെവലിൽ പോകുന്ന ഒരു മ്യൂസിക്കാണ്. അത്ര മ്യൂസിക് കൊണ്ട് നമുക്ക് അത്ര പഞ്ചാവുന്ന ഒരു സാധനമൊന്നുമില്ല. എടുത്ത് പറയേണ്ടത് ഈ സിനിമയിലെ ആക്ഷൻ സീക്വൻസസ് ആണ്. അത് ടോപ്പ് നോച്ച് എന്ന് പറഞ്ഞാൽ പോരാ. ഇതിൽ ആകെ കൂടിയുള്ള നല്ലൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ ആക്ഷൻ സീക്വൻസസ് ആണ്. അത് വിദ്യുത് ജമ്വാലിന്റെ ആയാലും ശിവകാർത്തിയന്റെ ആയാലും മറ്റേ ഷബീർ ഡാൻസിങ് റോസ് ആ മച്ചാന്റെ ആണെങ്കിലും വേറെ ലെവൽ. അത് പറയാതിരിക്കാൻ വയ്യില്ല. കാരണം ആ ഒരു ഓരോ ഫൈറ്റ് സീക്വൻസസ് വരുമ്പോൾ മാത്രമേ ഈ സിനിമയിൽ ഞാൻ പേഴ്സണലി ഓണായിട്ട് ഇരുന്നിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സാധാരണ AR മുരുകദോസ് പടം എന്നൊക്കെ പറയുകയാണെങ്കിൽ, കത്തിയും തുപ്പാക്കി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കോരിത്തരിച്ച് ഇങ്ങനെ രോമൊക്കെ പൊങ്ങണ കുറെ മൊമെന്റ്സ് ഉണ്ടാവും. പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ പുള്ളിക്കെന്നല്ല, ഇപ്പൊ ആർക്കും ഒന്നും പറ്റുന്നില്ല. എല്ലാ ഡയറക്ടേഴ്സും വീക്കായി തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് പിന്നെ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ലെന്ന് അറിയാം. എന്നാലും എനിക്ക് തോന്നിയ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് പറയുകയാണെങ്കിൽ ഈ പടത്തിന്റെ ഇതാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. ഒരു ഭയങ്കര ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമ. കഥ എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഈ തമിഴ്നാട്ടിൽ ഗൺ സപ്ലൈ, പിള്ളേര് മുതിർന്നവർ അങ്ങനെ ആൾക്ക് എണ്ണമില്ലാതെ കുറെ കണ്ടെയ്നറിൽ ഗണ്ണ് തട്ടിക്കൊടുക്കുന്നു ഈ വില്ലന്മാര്. അതിനെ തടയാൻ വേണ്ടി NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണെന്ന് തോന്നുന്നു, അവര് അതിനെ തടയാൻ വേണ്ടി നടക്കുന്നു. ഇതിന്റെ ഇടയിൽ ശിവകാർത്തികേയൻ വന്ന് പെടുന്നു. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ബാക്കി എന്താ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ സിനിമ കണ്ട് എൻജോയ് ചെയ്താൽ മതി. ഇത്രയും ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുന്നുള്ളൂ. അതിൽ തന്നെ ഒരു റൊമാൻറ്റിക് ട്രാക്ക് ഒരു സൈഡിലൂടെ വെച്ച് ആ വഴിക്കാണ് ഈ സിനിമേന്റെ കംപ്ലീറ്റ് ഒരു സിനിമേനെ കൊണ്ടുപോയിരിക്കുന്നത്. ഇവരുടെ റൊമാൻറ്റിക് ട്രാക്കിനെ ഭയങ്കരമായിട്ട് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഒരു കുരുക്കിട്ട് പിടിച്ചിട്ട് ബാക്കി സൈഡിൽ കൂടി സിനിമയും വില്ലന്മാരും കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണ്. ഇത് കോമഡി ഒന്നും വെച്ച് ലോജിക് ഒന്നും ആരും നോക്കരുത്. ഈ സിനിമ കാണുമ്പോൾ ലോജിക്കേ നോക്കരുത്. കാരണം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഡ് കമാൻഡോസ് ഉണ്ട് കേട്ടോ, ഒരു വലിയ സ്ക്വാഡുണ്ട്. ഇവരൊക്കെ ചുമ്മാ ഇവരുടെ കയ്യിരിക്കണ തോക്ക് ഫയർ ചെയ്ത് കയറി പോയി കഴിഞ്ഞാൽ മാത്രം വില്ലന്മാർ ചത്തിട്ടുണ്ടാവും. അവിടെ അതൊന്നുമില്ലാതെ വില്ലന് മറ്റേ വഴിയൊരുക്കി കൊടുക്കുകയാണ്. എന്നാ വാ കൊല്ലെന്ന് പറഞ്ഞ് ഓരോ വഴിയൊരുക്കി കൊടുക്കുന്ന കുറെ സെറ്റപ്പാണ് ഈ സിനിമയിൽ മൊത്തം.
അതെനിക്ക് ഭയങ്കര, അത് ഇങ്ങനെ കുത്തി കുത്തി നമുക്ക് കൊള്ളുവാണ്. ഞാൻ ലോജിക്ക് നോക്കാത്ത ആളാണ് സിനിമ കാണുമ്പോൾ. പക്ഷേ ഇത് നമുക്ക് ഭയങ്കര ഒരു കല്ലുകടിയാണ് ഈ ഒരു സീൻ. വിദ്യുത് ജമ്മാലിന് ഒരു സിറ്റുവേഷനിലോ ഒറ്റയ്ക്ക് പുള്ളീനെ കിട്ടുക, ഒരു ലോഡ് കമാൻഡോസ് ചുമ്മാ വെടിവെച്ച് കയറി പോയാൽ പോലും അങ്ങേറെ എവിടെങ്കിലൊക്കെ വെടി കൊണ്ട് അങ്ങേര് വീഴും. അതില്ല. ഒരുത്തെ കവറെടുത്ത് ഇങ്ങനെ ഇരിക്കുക, കവറെടുത്ത് ഇങ്ങനെ പുള്ളി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, വന്ന് കൊല്ലട എന്നെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ അതാണ് സ്റ്റോറി ലോജിക്കൊന്നും കുളച്ചോണ്ട് ആരും പോകരുത്. പിന്നെ ഈ ഒരു വലിയൊരു കമാൻഡോ, വലിയൊരു സ്ക്വാഡിന്, വലിയൊരു സെറ്റ് ഓഫ് ആർമിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരു അരവട്ടം ചെയ്തു തീർത്തു എന്നാണ് സിനിമേന്റെ അവസാനം പറയുന്നത്. ഇപ്പൊ വിക്രം കാണുമ്പോൾ നമുക്ക് ഒരു പോയിന്റിൽ വെച്ച് തോന്നി, ഈ കൊച്ചിനെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കടത്തുന്നത് കളിക്കുന്നത്, അതിന്റെ വല്ല ആവശ്യമുണ്ടോ, ഈ കഥയിൽ കൊച്ചിന് വല്ല പ്രാധാന്യമുണ്ടോ? ഇങ്ങനത്തെ ചോദ്യം വന്നതുപോലെ തന്നെയാണ് ഇതിലെ രുക്മിണി വസന്തിന്റെയും ശിവകാർത്തികേന്റെയും ആ ഒരു ലവ് ട്രാക്കിനെ അവർ ഇതിലൂടെ കൊളാബ് ചെയ്ത് കൊണ്ടുപോയത്. വേറെ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, വേറെ എന്തൊക്കെ വഴി കൂടി പോവാം. ഇവരതൊന്നും ചെയ്തില്ല. ഇവരാണെങ്കിൽ ഒരുമാതിരി കുറെ ശോകം ട്രാക്ക് പിടിച്ചാണ് പോയിട്ടുള്ളത് എന്നാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് തീരുമാനിക്കുകയാണ്, ഞാനായിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ ലൈറ്റ് ഏതാണ്, ഫോൺ ക്യാമിലെ ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് ടോട്ടലി ഈ സിനിമ മദിരാസി എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ശിവകാർത്തികേയനും വിദ്യുത് ജമ്മാല്, രുക്മിണി വസന്ത്, ബിജു മേനോൻ ചേട്ടൻ ഇവരെല്ലാവരും ഇവരുടെ മാക്സിമം കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അറ്റ് സം പോയിന്റ്സ് പടം കൊളുത്തും. നമുക്ക് ഇടിയൊക്കെ കൊടുക്കട അവനിട്ടെന്നുള്ള ഇടി തോന്നും, കൈയടിക്കാനും വിസിലടിക്കാനൊക്കെ തോന്നും. ഒരു ഹൗസ്ഫുൾ ഓഡിയൻസിനൊപ്പം ഇരുന്ന് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. നല്ല കുറെ ഫൈറ്റ് സീക്വൻസസ്, അത് മാത്രമാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളതെന്ന് പറയാനുള്ളത്. ഫൈറ്റ് സീക്വൻസസ് ഒക്കെ നല്ല ടോപ്പ് നോച്ച് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ദ ക്ലൈമാക്സ്, ആ ഒരു സാധനം അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കഥാപരമായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും സിനിമയിലൊന്നുമില്ല. വെറുതെ 2.25 മണിക്കൂർ പോയി ഒറ്റ ഇരിപ്പിന് ഇങ്ങനെ ഇരുന്ന് നടുവളച്ചിരുന്ന് കാണാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ആലോചിക്കുന്നത് വിജയിനെയൊക്കെ വെച്ച്, വിജയിന്റെ കരിയർ ബെസ്റ്റ് 2 പടങ്ങളാണ് തുപ്പാക്കിയും കത്തിയും. അത് ചെയ്ത ആൾക്ക് പിന്നെ എന്ത് പറ്റിയടേ എന്നുള്ള ചോദ്യമാണ് എനിക്കുള്ളത്. ഇപ്പൊ മാസ്റ്റർ നോക്കിയാലും ലിയോ നോക്കിയാലും ഏതൊക്കെ നോക്കിയാലും അവിടെയൊക്കെ എവിടെങ്കിലൊക്കെ ഒരു പോരായ്മ ഉണ്ടാവുമായിരിക്കും. പക്ഷെ തുപ്പാക്കിയോ കത്തിയിലോ ആരും പോരായ്മ ചെയ്യാൻ പോലും പോകത്തില്ല. കാരണം അതൊക്കെ അതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് അത്ര ഹാർട്ട് ടച്ചിങ് ആണ്. ക്ലൈമാക്സ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ്. അപ്പോൾ ആ ഒരു ലെവല് ചെയ്ത് പുള്ളി ഒരു ബെഞ്ച് മാർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഇങ്ങനെ കാണിക്കുമ്പോൾ ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് സത്യാവസ്ഥ. അപ്പോൾ എനിക്കും അത് തന്നെയാണ് പ്രശ്നം. ഇപ്പോഴും ഞാൻ AR മുരുകദോസിന്റെ ഒരു ഫാൻ തന്നെയാണ്. പുള്ളീന്റെ മറ്റേ കത്തിയിലെ ഒരു കിണ്ണം ഡയലോഗൊക്കെ ഉണ്ട്. മറ്റേ പഴയ ജയന്റെ വി മേ ബി പുവർ ട്രോളി പുള്ളേഴ്സ് ബട്ട് വി ആർ നോട്ട് ബഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഡയലോഗാണ്. അതെനിക്കിപ്പോൾ വായി കിട്ടുന്നില്ല. മൈൻഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഡയലോഗുണ്ട് കത്തിയിൽ വെള്ളം എടുക്കാൻ പോകുമ്പോഴുള്ള ഒരു സീനിൽ. പക്ഷെ അതൊക്കെയാണ് പീക്ക് AR മുരുകദോസ്. ആൻഡ് ഈ സിനിമയിൽ മൊത്തത്തിൽ തൃപ്തിപ്പെടുത്തിയില്ല എന്നുള്ള എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം കൂടി ഞാൻ പറയുന്നു. ഇനിയും തമിഴ് പടങ്ങൾ, ഇനി ഏതല്ലേ തമിഴ് പടം വരാനുള്ളത്? എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ വർഷം വിജയണ്ണന് സിനിമയില്ല. 2025 വർഷം വിജയണ്ണന് സിനിമയില്ല. ഇനി 26-നാണ് ജനനായകൻ വരുന്നത്. അപ്പോൾ ആ പടം കാണാം. ഇനിയിപ്പോൾ എന്താ, ഇനി കരം ഇറങ്ങാനുണ്ട്, അത് കാണണം. പിന്നെ വേറെ ഏതൊക്കെ ഉണ്ടോ? പാപ്പ മിക്കവാറും ഒക്ടോബർ റിലീസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. കാന്താര ഇറങ്ങുന്നുണ്ട് ഒക്ടോബർ 2-ാം തീയതി. ചാപ്റ്റർ 2 1. എന്തായാലും എല്ലാം കണ്ടിട്ട് അഭിപ്രായം പറയുന്നതാണ്. ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സിനിമ ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. ലോക പൊളിച്ചടുക്കി തിയേറ്റർ മിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയപൂർവ്വമായാലും അതിൻ്റെ വഴി കൂടി തന്നെ ആ സിനിമയും നല്ല രീതിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ടോട്ടലി പറയാനുള്ളത്. സോ ബൈ ബൈ ആൻഡ് അഗെയിൻ ബിലേറ്റഡ് ഹാപ്പി ഓണം വിഷസ് ടു ഓൾ ഓഫ് യു. ബൈ ബൈ.